ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഡേ 2 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചലഞ്ചിൽ നിന്ന് നമ്മുടെ ടണൽ ടീം പുറത്തായിരിക്കുകയാണ്. അവർ ആ ഒരു ടാസ്കിൽ നിന്ന് രാജിവെച്ച് പോയിരിക്കുകയാണ്. ഇപ്പോൾ ടണൽ ടീം എന്ന് പറയുന്നത് സായി, അപ്സര, ശരണ്യ, നന്ദന എന്നിവരാണ്. അവർ കിച്ചൺ ടീമിലായിരുന്നു ഡേ 2 ഉണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കൊടുക്കാനായിട്ട് അവർ അല്പം താമസിച്ചു. മാത്രമല്ല ചോറ് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാബു ഓൾറെഡി അവർക്കൊരു 30 പോയിൻ്റ് ടിപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 20 പോയിൻ്റ് സാബു തിരിച്ച് ചോദിച്ചു ഫുഡ് കൊള്ളാത്തത് കൊണ്ട്. പക്ഷേ സാബു പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവർ പറഞ്ഞു ഞങ്ങൾ ഇത് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാബു അവിടെ ഋഷിയോട് പോയി പറഞ്ഞു, എനിക്ക് ആ കോയിൻ തിരിച്ച് നിങ്ങൾക്കത് വാങ്ങിത്തരാൻ കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു കൊള്ളാം എന്ന് സാബു പറഞ്ഞു. അതിനെ തുടർന്ന് നമ്മുടെ ഋഷി ഈ കിച്ചൺ ടീം, അതായത് ടണൽ ടീമിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങൾ ആ ഒരു കോയിൻ മോഷ്ടിച്ചിട്ടും തുല്യമാണ്, നിങ്ങളൊരു കള്ളന്മാർക്ക് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ കള്ളനുള്ളൊരു മുദ്ര കുത്തിയത് കൊണ്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ച് അവർ അവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് തയ്യാറായി. അപ്പോൾ പവർ ടീം ആ ഒരു കേസിൽ ഇടപെട്ടു. അപ്പോൾ പവർ ടീം പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ 20 പോയിൻറ്റ്സ് തിരിച്ചു തരിക, അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൽ നിന്ന് 2 പേരെ പിരിച്ചു വിടുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 4 പേരുള്ള ടീമാണ്. അപ്പോൾ അവർ എല്ലാത്തിലും ഒരുമിച്ചാണ് നിന്നത്. അപ്പോൾ 2 പേരെ പിരിച്ചു വിടാനായിട്ട് സാധിക്കില്ലല്ലോ, കാരണം ആരെയാണ് പിരിച്ചുവിടുക? അപ്പോൾ ഏതെങ്കിലും 2 പേരെ പിരിച്ചുവിട്ടാൽ ബാക്കി 2 പേര് അവിടെ കള്ളന്മാരായിട്ട് മുദ്ര കുത്തപ്പെടും. അതുകൊണ്ട് അവർ 4 പേരും ഒരുമിച്ച് ഈ ടാസ്കിൽ നിന്ന് ഞങ്ങൾ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് കൊടുത്ത വസ്ത്രങ്ങളും മറ്റെല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. അതിനുശേഷം ബിഗ് ബോസ് ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ നിങ്ങളുടെ തീരുമാനം അന്തിമമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടാസ്കിൽ നിന്ന് രാജിവെക്കുവാണെങ്കിൽ പവർ റൂമിലേക്ക് ഉള്ള ആ ഒരു ചലഞ്ചിൽ നിന്ന് നിങ്ങൾ അയോഗ്യരാക്കപ്പെടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അടുത്ത ഗസ്റ്റിൻ്റെ നോമിനേഷൻ ഫ്രീ കാർഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ തീരുമാനം അന്തിമമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സായി ആദ്യം പറഞ്ഞു, ഞാൻ എന്തായാലും തിരിച്ചു പോയില്ല, ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ച് ഒറ്റക്കെട്ടായിട്ട് അവർ പവർ ചലഞ്ചിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ടിരിക്കുകയാണ്. അവർ ടണൽ ടീം അങ്ങനെ ഈ ഒരു ആഴ്ചയിലെ ടാസ്കിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.